അസ്സലാമലൈക്കും. ഞാൻ മുഹമ്മദ് ഹനീഫ. 12 വർഷം പ്രവാസിയായിരുന്നു. എനിക്ക് പ്രവാസ ജീവിതത്തിൽ കിട്ടിയതാണ് ഈ കിഡ്നി രോഗം. കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് 4 മക്കളാണ്. ഒരാൾ 2 പഠിക്കുകയാണ്. 2 ചെറിയ മക്കളാണ് എനിക്കുള്ളത്. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം, എല്ലാവരും എന്നെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ദയനീയമായ മുഖം നിങ്ങൾ കണ്ടില്ലേ? 12 വർഷക്കാലത്തോളം പ്രവാസിയായ ഒരു സഹോദരനാണ് ഇന്ന് ഈ പൊതുസമൂഹത്തിന് മുൻപിൽ വന്നിട്ട് കൈ നീട്ടേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ മൂലമാണ്. വൃക്കകളും തകരാറിലായിട്ട് വളരെ അടിയന്തരമായിട്ട് വൃക്കകൾ മാറ്റി വെക്കുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പരപ്പൂർ പഞ്ചായത്തില് വാർഡ് 15 താമസിക്കുന്ന മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഈ സഹോദരൻ, പ്രവാസി സഹോദരൻ, 12 വർഷക്കാലത്തോളം പ്രവാസ ലോകത്ത് നല്ല രീതിയിൽ ജോലി ചെയ്തിട്ട് തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കി വരുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഈ രോഗം പിടിപെടുന്നത്. വളരെ അടിയന്തരമായിട്ട് വൃക്കകൾ മാറ്റിവെച്ചാലേ ഈ സഹോദരന്റെ ജീവിതത്തിൽ തിരിച്ചുകൊണ്ടാൻ സാധിക്കുകയുള്ളൂ. 4 കുഞ്ഞുങ്ങളുള്ളത്. 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളും ഈ 2 ചെറിയ മക്കളാണ് പിന്നുള്ളത്. ഈ പൊന്നു മോളുടെ മുഖം ഒന്ന് നോക്കി നിങ്ങള്. സൈക്കിളില്ല കണ്ടിട്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് സഹായിച്ചാലേ പ്രിയപ്പെട്ടവരെ ഹനീഫാക്കാന്റെ കുടുംബം നാളെ പുഞ്ചിരിക്കുള്ളൂ. ആരും തന്നെ കൈവടിയരുതേ, എല്ലാവരും ഒന്ന് ഏറ്റെടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കോട്ടക്കലിനടുത്ത് പറപ്പൂർ പഞ്ചായത്തിലെ സോലക്കുണ്ട് മഹലിൽ കൊട്ടിപ്പാറയിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദരൻ പൈക്കാടൻ ഹനീഫയുടെ 2 കിഡ്നികളും തകരാറിലായിരിക്കുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഇപ്പോൾ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് നൽകണം. 4 കുട്ടികളുടെ പിതാവായ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് വിധമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് റസിയ, പറപ്പൂർ പഞ്ചായത്തിലെ വികസന ചെയർപേഴ്സൺ. നമ്മളിവിടെ നിന്ന് ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളെ അയൽവാസിയായ 15-ാം വാർഡ് ഹനീഫാക്കാൻ്റെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ കാണുന്നവർ എല്ലാവരും ഇവർക്ക് സഹായിച്ചുകൊണ്ട് ഇവരെ എന്താണ് ബുദ്ധിമുട്ട്, വൃക്കകൾ തകരാറാവുക എന്ന് പറഞ്ഞാൽ അത്രക്കും പ്രയാസപ്പെട്ടതാണ്. അവരെ കുടുംബം തന്നെ ഭയങ്കര പ്രയാസത്തിലാണ്. 4 കുഞ്ഞു മക്കളാണ്. ഒരു സ്വപ്നം യഥാർത്ഥമാക്കട്ടെ പടച്ച തമ്പുരാൻ. നിങ്ങളെല്ലാവരും സഹായം കൊണ്ടും ഇത് നിർവഹിക്കണം എന്നാണ് പറയാനുള്ളത്. എല്ലാവരും വീഡിയോ കണ്ടവർ ഒന്ന് അനുഗ്രഹിച്ച് സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സഹോദരന്മാരെ, പറപ്പൂർ ചോലക്കുണ്ട് മഹല്ല് ഖത്തീബാവുന്നു ഞാൻ. എൻ്റെ മഹല്ലിൽ താമസിക്കുന്ന പൈക്കാടൻ മുഹമ്മദ് ഹനീഫ എന്ന സഹോദരൻ 2 വൃക്കകളും തകരാറിലായി 3 വർഷത്തോളമായി ചികിത്സയിലാണ്. മുഹമ്മദ് ഹനീഫയുടെ വൃക്ക മാറ്റിവെക്കുന്ന ഈ സംരംഭത്തിൽ നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പങ്കാവുന്ന എല്ലാ വ്യക്തികൾക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. നമസ്കാരം. ഞാൻ കോട്ടക്കലിന് സമീപമുള്ള പറപ്പൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ സി. ഞങ്ങളിന്നിവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായ നേരത്തെ പ്രവാസി കൂടിയായിരുന്ന പൈക്കാടൻ ഹനീഫയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് 2 വൃക്കകളും തകരാറിലായിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരും മറ്റ് അയൽവക്കക്കാരും സഹായിച്ചിട്ട് പരിമിതികൾക്കപ്പുറമാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ചെലവ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹോദരന്മാർ ഇദ്ദേഹത്തെ കുടുംബത്തെ സഹായിച്ച് വേണ്ട രീതിയിൽ എല്ലാ സഹകരണവും നൽകി ഈ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പറപ്പൂർ ചോലക്കുണ്ട് മഹലിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ പൈക്കാടൻ മുഹമ്മദ് ഹനീഫ എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ 3 വർഷമായി 2 കിഡ്നിയും പ്രവർത്തനരഹിതമാണ്.
4 കുട്ടികളുള്ള പാവപ്പെട്ട നിർധനയായ വളരെ സാധാരണക്കാരനായ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മാറ്റിവെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. അതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കോട്ടക്കൽ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിൽ വൃക്കകളും തകരാറിലായി മുഹമ്മദ് ഹനീഫ എന്ന സാധുവായ ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ് നിങ്ങളിവിടെ കൂടിയിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും 4 കുഞ്ഞു മക്കളാണ് അവർക്കുള്ളത്. നിങ്ങൾ ഓരോരുത്തരും കഴിയുന്ന വിധത്തിൽ സഹായിക്കണമെന്ന് നിങ്ങളോട് വല്ലാത്തൊരു സങ്കടക്കാഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനാ ഒരു നാട് മുഴുവൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 15-ൽ താമസിക്കുന്ന പ്രവാസി സഹോദരനായ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ്റെ വീട്ടിലാണ്. വൃക്കകളും തകരാറിലായിട്ട് വളരെ അടിയന്തരമായിട്ട് വൃക്കകൾ മാറ്റിവെച്ചാലേ ആ സഹോദരനെ നമുക്ക് ജീവിതത്തിൽ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, 4 ചെറു കുട്ടികളാണ് ഹനീഫക്കുള്ളത്. അദ്ദേഹത്തിനെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ ആ മക്കൾ യത്തീമാവേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പ്രവാസ ലോകത്ത് താൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളെല്ലാം തൻ്റെ രോഗത്തിന് വേണ്ടി ചികിത്സിച്ച് കഴിഞ്ഞു ആ സഹോദരൻ. ഇനി കയ്യിലൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കുടുംബവുമായിട്ട് കൈനീട്ടുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഹനീഫക്കായെ സഹായിക്കാൻ ഒന്ന് മുന്നിട്ട് ഇറങ്ങി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.